നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രചാരണം അവസാന മണിക്കൂറിലേക്ക്. 3 മുന്നണികൾക്കും ഇന്ന് ആവേശോജ്വല കൊട്ടിക്കലാശം. കേരളമടക്കം 88 ലോക്സഭാ മണ്ഡലങ്ങൾ വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF മിന്നും വിജയം നേടുമെന്ന് TV രാജേഷ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി മാത്രം. കണ്ണൂരിൽ MP-യുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും TV രാജേഷ്. കടയ്ക്ക് ലൈസൻസ് അനുവദിക്കാതെ കോർപ്പറേഷൻ ജീവനക്കാർ പീഡിപ്പിക്കുന്നതായി ലിയനാർഡ് ജോൺ. 1 മാസമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നു. ഇത് വ്യക്തിപരമായ ആക്രമണമെന്നും ലിയനാർഡ് ജോൺ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുന്നേ തന്നെ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയ മുന്നണികളുടെ പരസ്യപ്പോര് അവസാനിച്ചു. ഇനി വോട്ടെടുപ്പ്. വെള്ളിയാഴ്ച 7 മുതൽ 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. അവസാന 48 മണിക്കൂറിൽ നിശബ്ദ പ്രചരണം മാത്രമാണ് ഇനി ബാക്കി. കണ്ണൂർ സിറ്റി, പുതിയ ബസ് സ്റ്റാൻഡ്, പ്രഭാത ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന്റെ പരിസമാപ്തിയായി. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതനുസരിച്ചായിരുന്നു 3 മുന്നണികളും രംഗത്തിറങ്ങിയത്. LDF ജാഥ വൈകിട്ട് 4:15 പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് IOC വഴി റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം റോഡ് വഴി 4:45 പ്ലാസ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. മുഴുവൻ പ്രവർത്തകരും കടന്നുപോയതിനു ശേഷം മാത്രം റെയിൽവേ സ്റ്റേഷൻ, മുനീശ്വരൻ കോവിൽ, പഴയ ബസ് സ്റ്റാൻഡ്, യോഗശാല ജംഗ്ഷനിലെത്തി സ്റ്റേഡിയം കോർണർ വഴി 5:30 കാൽടെക്സ് KSRTC പരിസരത്ത് സമാപിക്കുകയായിരുന്നു. യോഗശാല റോഡിൽ നിന്ന് 5 മണിക്ക് UDF ജാഥ കാർഗിൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് കടന്നുപോയതിനു ശേഷം മാത്രമേ LDF ജാഥ സ്റ്റേഡിയം കോർണർ ഭാഗത്തേക്ക് പോകാവൂ എന്ന കർശന നിർദ്ദേശം അധികാരികൾ നൽകിയിരുന്നു. BJP ജാഥ 4:45 പ്രഭാത ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഫോർട്ട് റോഡ് വഴി പ്ലാസ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ, മുനീശ്വരൻ കോവിൽ വഴി 5:30 പഴയ ബസ് സ്റ്റാൻഡിലെത്തി 6 മണിക്ക് അവസാനിപ്പിക്കുന്നതിനും പ്ലാസ ജംഗ്ഷൻ LDF ജാഥ മുഴുവനും 4:45 കടന്നുപോയി 15 മിനിറ്റിന് ശേഷം മാത്രമേ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നും തീരുമാനത്തിലുണ്ടായിരുന്നു. UDF ജാഥ 3:15 കണ്ണൂർ സിറ്റി ഭാഗത്തു നിന്നും ആരംഭിച്ച് ചേംബർ ഹാൾ, ഗാന്ധി സർക്കിൾ, സ്റ്റേഡിയം കോർണർ വഴി 5 മണിക്ക് മുമ്പായി യോഗശാല ജംഗ്ഷൻ കടന്ന് കാർഗിൽ ജംഗ്ഷൻ, പോലീസ് ക്ലബ്ബ്, താവകര IOC വഴി റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം റോഡ് വഴി 5:30 SBI ജംഗ്ഷനിൽ എത്തി 6 മണിക്ക് അവസാനിച്ചു. വികസന പദ്ധതികൾ കൊണ്ടുവന്ന കോൺഗ്രസ് സർക്കാരിന്റെ സുവർണ കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടം വേണമെന്ന് രാജ്യത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ രാജ്യത്തിലെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ജാഥയിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് അനുവദനീയമായിരുന്നില്ല. കൊട്ടിക്കലാശത്തിന് മുന്നണികൾ മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടുകളിൽ പ്രകടനത്തോടൊപ്പം മാത്രമേ പ്രചാരണ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നതും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് 3 മണി മുതൽ 6 മണി വരെ കണ്ണൂർ നഗരത്തിൽ പ്രഭാത് ജംഗ്ഷൻ, SBI ജംഗ്ഷൻ, പ്ലാസ, റെയിൽവേ ജംഗ്ഷൻ റോഡ്, മുനീശ്വരൻ കോവിൽ, പഴയ ബസ് സ്റ്റാൻഡ്, യോഗശാല റോഡ്, സ്റ്റേഡിയം കോർണർ, കാൽടെക്സ്, ചേംബർ ഹാൾ, താവക്കര IOC എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യ വാഹനങ്ങൾ മാത്രം നഗരത്തിൽ പ്രവേശിക്കാവൂ എന്നും പുതിയതൊരു ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾ തെക്കി ബസാർ, ധനലക്ഷ്മി, താണ വഴി തിരിച്ചുവിടുന്നതാണെന്നും പോലീസ് അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് കുറ്റമറ്റ ക്രമീകരണങ്ങൾ ജില്ലയിൽ സജ്ജമാക്കിയതായി ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ. ജനറൽ ഒബ്സർവറായി മാൻവേന്ദ്ര പ്രതാപ് സിംഗ്, ചെലവ് നിരീക്ഷക ആരുഷി ശർമ്മ, പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗൌർ എന്നിവർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നിരീക്ഷണവും മേൽനോട്ടവും വഹിക്കും. ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 21,16,876 പേരാണ് വോട്ടർമാരായുള്ളത്. ഇതിൽ 11,14,246 പേർ സ്ത്രീകളും 10,02,622 പേർ പുരുഷന്മാരും 8 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്.
ജില്ലയിൽ 1866 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ വൾണറബിൾ പോളിംഗ് സ്റ്റേഷനുകൾ 121 220 പോളിംഗ് ലൊക്കേഷനുകളിലായി 418 പോളിംഗ് സ്റ്റേഷനുകൾ ക്രിട്ടിക്കലായും കണ്ടെത്തിയിട്ടുണ്ട്. റൂറൽ ജില്ലയിൽ 12 സിറ്റിയിൽ 9 ആകെ ജില്ലയിൽ 21 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേന തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും ഇവരുടെ സാന്നിധ്യവും ഉണ്ടാവും. ഇതിനു പുറമെ കേരള പോലീസും തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രംഗത്തുണ്ടാകും. ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലെ 1866 പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി 2371 ബാലറ്റ് യൂണിറ്റ്, 2358 കൺട്രോൾ യൂണിറ്റ്, 2544 VVPAT എന്നിവയാണ് വിതരണം ചെയ്തത്. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ മെറ്റീരിയലുകളും നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചിട്ടുണ്ട്. 25-ന് 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവ പോളിംഗ് സംഘങ്ങൾക്ക് കൈമാറും. വോട്ടർമാർക്ക് സ്വതന്ത്രമായും തടസ്സരഹിതമായും വോട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി റിയേറ്ററേറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞത് ഹോം വോട്ടിങ്ങിൻ്റെ കണക്ക് ഒന്നുകൂടി പറയാം. ഹോം വോട്ടിങ്ങിൽ ഇതുവരെ 10,960 പേരാണ് നമുക്ക് ഹോം വോട്ടിംഗ് വീട്ടിൽ പോയി വോട്ട് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തിരുന്നത്. 85+ APWD. അതിൽ 395 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. അത് ചിലപ്പോൾ 2 പ്രാവശ്യം വീട്ടിൽ പോയി അവരെ കണ്ടു കിട്ടാത്തതുകൊണ്ട് വോട്ട് ചെയ്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചില കേസുകളിൽ, വളരെ ചുരുക്കം കേസുകളിൽ ഈ ആപ്ലിക്കേഷൻ 85+ മുകളിലുള്ളവരായതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ തന്ന ശേഷം അവർ അന്തരിച്ചു പോയ വിഷയങ്ങളുമുണ്ട്. പക്ഷേ നല്ല രീതിയിൽ തന്നെ നമ്മൾ 5 ദിവസം പ്ലാൻ ചെയ്ത് 5 ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഈ ഒരു 95.7% നമുക്കിതിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത്. അതേപോലെ തന്നെ എസെൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് മറ്റുള്ള ജില്ലകളിൽ നിന്നടക്കം നമ്മുടെ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന പോലീസ്, അതേപോലെ ഹെൽത്ത്, ഫയർഫോഴ്സ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരിൽ 98% വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2212 പേരിൽ 1956 പേർക്ക് 256 പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാതിരിക്കാൻ സാധിച്ചത്. ഇവർക്ക് നമ്മുടെ SMS-ൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ മറ്റോ ആയിരിക്കും ഈ 2% താഴെയാണ്, 1.5% അടുത്താണ് വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഭിന്നശേഷി വയോജന സൗഹൃദമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുക. പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേട് ഉണ്ടാകുന്നത് തടയാൻ ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഹോം വോട്ടിംഗ് അർഹരായ 10,960-ൽ 10,565 പേരും വോട്ട് രേഖപ്പെടുത്തി. അന്ധത മൂലം ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ച ചിഹ്നങ്ങൾ കാണാൻ സാധിക്കാതിരിക്കുകയോ ശാരീരിക അവശത മൂലം ബാലറ്റ് യൂണിറ്റിൽ വിരൽ അമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന വോട്ടർക്ക് സഹായിയുടെ സേവനം അനുവദിക്കും. വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലും സഹായിയുടെ വലത് ചൂണ്ടുവിരലിലുമാണ് മഷി പുരട്ടുക. വോട്ടിംഗ് സുഗമമായി നടത്താൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. LDF കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF തെരഞ്ഞെടുപ്പ് റാലി ചക്കരക്കല്ലിൽ നടന്നു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. सरकार എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ. बहुत हो गया महंगाई की मार, अब की बार मोदी सरकार. വിലകയറ്റം ആകാശം തൊടുന്നു. എല്ലാ അവശ്യ വസ്തുക്കളുടെ വില ആകാശം തൊടുന്നു. അതുകൊണ്ട് മോദിയെ തിരഞ്ഞെടുത്തു. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. കാർഷിക പ്രതിസന്ധി ഇല്ലാതാക്കാൻ, കർഷകരുടെ ആത്മഹത്യകൾ തടയാൻ മോദിയെ തിരഞ്ഞെടുക്കൂ. കർഷകന്റെ വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും. കർഷകന്റെ ആദായം ഇരട്ടിപ്പിക്കും. കർഷക ആത്മഹത്യകൾ ഇല്ലാതാക്കും. കർഷക തൊഴിലാളികൾക്ക് തൊഴിലവസര പദ്ധതിയിൽ 200 ദിവസം തൊഴിലും കൂടുതൽ കൂലിയും നൽകും. യുവാക്കൾക്ക് എല്ലാ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കും. എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങളും മുദ്രാവാക്യങ്ങളും. അതിൻ്റെ ഒപ്പം തന്നെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും, അഴിമതിക്കെതിരെ ഒരു യുദ്ധം നടത്തും,
എല്ലാ ഇന്ത്യൻ പൗരന്റെ അക്കൗണ്ടിലോട്ടും 15 ലക്ഷം എത്തിക്കും എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BJP 2014 തെരഞ്ഞെടുപ്പ് ജയിച്ചു വരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അന്ത്യയാമങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ തന്നെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കയറിയതിനു ശേഷവും അതിനു മുമ്പും രണ്ടാമത്തെ അധികാരത്തിൽ വന്നുപോയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുര്യോഗമാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തികച്ചിറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ മനോഭാവം, മനുഷ്യസ്നേഹികളായ എല്ലാവരുടെയും മനോഭാവം. ടി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ മുഖ്യാതിഥിയായിരുന്നു. MK മോഹനൻ, M സുരേന്ദ്രൻ, PK രവീന്ദ്രൻ, K ബാബുരാജ്, EPR വേശാല, ബാബുരാജ് ഉളിക്കൽ, താജുദ്ദീൻ മട്ടന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മട്ടന്നൂരിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. കൊളാരിയിൽ സ്വകാര്യ വ്യക്തിയുടെ വയലിൽ നിന്നാണ് ഉഗ്രശേഷിയുള്ള 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് സ്റ്റീൽ ബോംബുകൾ ഉണ്ടായിരുന്നത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി ബോംബുകൾ നിർവീര്യമാക്കി. ഇനി വാർത്തയിൽ ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രചാരണം അവസാന മണിക്കൂറിലേക്ക്. 3 മുന്നണികൾക്കും ഇന്ന് ആവേശോജ്വല കൊട്ടിക്കലാശം. കേരളമടക്കം 88 ലോക്സഭാ മണ്ഡലങ്ങൾ വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF മിന്നും വിജയം നേടുമെന്ന് TV രാജേഷ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി മാത്രം. കണ്ണൂരിൽ MP-യുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും TV രാജേഷ്. കടയ്ക്ക് ലൈസൻസ് അനുവദിക്കാതെ കോർപ്പറേഷൻ ജീവനക്കാർ പീഡിപ്പിക്കുന്നതായി ലിയനാർഡ് ജോൺ. 1 മാസമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നു. ഇത് വ്യക്തിപരമായ ആക്രമണമെന്നും ലിയനാർഡ് ജോൺ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ.
വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാമാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, മെയിൻ റോഡ് ഇരട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ല ഉൾപ്പെടുന്ന 3 മണ്ഡലങ്ങളിലും LDF വൻ വിജയം നേടുമെന്ന് CPIM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്. 2019 സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടി മാത്രമാണെന്നും TV രാജേഷ് പറഞ്ഞു. കണ്ണൂരിലെ നിലവിലെ MPയുടെ അസാന്നിധ്യം വലിയ പ്രതിഷേധം UDF പ്രവർത്തകർക്കിടയിൽ അടക്കമുണ്ട്. ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കിയില്ല. കണ്ണൂരിൽ MPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നും TV രാജേഷ് പറഞ്ഞു. MP വേണോ എന്നുള്ളതാണ് പ്രധാനമായും കണ്ണൂർ മണ്ഡലത്തിൽ ഈ ഇലക്ഷനിൽ ഉയർന്നു വരുന്ന ചോദ്യം. നമുക്കറിയാം, ഇവിടെ തീരദേശത്തായാലും മലയോര മേഖലയിലാണെങ്കിലും ഒരുപോലെ നിലവിലുള്ള MPക്കെതിരായിട്ടുള്ള ശക്തമായ വികാരമുണ്ട്. ഈ വികാരമാണ് പൊതുവെ UDFന്റെ പ്രവർത്തനം മന്ദീകരിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാനാർത്ഥി അടിച്ചേൽപ്പിച്ചതിൽ വലിയ തോതിൽ UDFൽ അമർഷമുണ്ട്. ആ അമർഷം UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വളരെ പ്രകടമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് LDFന് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ കണ്ണൂർ MPക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വ്യക്തമായ ഒരു നേട്ടങ്ങളുമില്ല. ഇപ്പോൾ 2014-19 കാലത്ത് ശ്രീമതി ടീച്ചർ MP ആയിരുന്ന കാലത്ത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം, ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എസ്കലേറ്റർ ആയാലും ലിഫ്റ്റ് ആയാലും അവിടെ നവീകരണ പ്രവൃത്തിയായാലും ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അന്ന് അതിൻ്റെ തുടർച്ചയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട 4ാമത്തെ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ ഈ കാര്യങ്ങളൊന്നും ഇടപെടാൻ MP കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, റെയിൽ യാത്ര അങ്ങേയറ്റം ദുരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം നിരവധി കോച്ചുകൾ റദ്ദാക്കി, ട്രെയിനുകൾ പലതും അതിൻ്റെ നിലവിലെ പാസഞ്ചർ ട്രെയിനുകൾ പലതും ഒഴിവാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് യാത്രാ ദുരിതം വലിയൊരു പ്രശ്നമായി. ഇതിൽ ഫലപ്രദമായി ഇടപെടാൻ ഒരു ശ്രമവും MP നടത്തിയിട്ടില്ല. പുതിയ വണ്ടി, അതുപോലെ തന്നെ പുതിയ കോച്ചുകൾ അനുവദിക്കുന്ന കാര്യത്തിലും കണ്ണൂർ MPയുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥിയുടെ BJP സഹകരണം പ്രസിദ്ധമാണ്. കണ്ണൂരിലെ MP RSSൽ പോകുമെന്ന് പറഞ്ഞയാളാണ്. കോസ്റ്റ് ഗാർഡ് അക്കാദമി നഷ്ടപ്പെടുത്തി. കണ്ണൂർ വിമാനത്താവള വികസന വിഷയത്തിൽ ഒരു ഇടപെടലും നടന്നില്ല. വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ ഇടപെടൽ നടത്താൻ MP തയ്യാറായില്ല. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് വൻ ജനപിന്തുണയുണ്ട്. 3 മണ്ഡലങ്ങളിലും വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത MPമാരാണ് ഉള്ളത് എന്നും TV രാജേഷ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ താപനില കുത്തനെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ ഏപ്രിൽ 26 വരെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നും 11 ജില്ലകളിൽ താപനില ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് അത്യാവശ്യ കാര്യത്തിനല്ലാതെ വെയിലത്ത് പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഏപ്രിൽ 24 മുതൽ 28 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഏപ്രിൽ 24 മുതൽ 28 വരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലാണ് ഏപ്രിൽ 24 മുതൽ 26 വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളത്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗ അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
റബ്ബർ വില നിയന്ത്രിക്കാൻ ടയർ കമ്പനികൾ ഒരു സംഘം രൂപീകരിച്ച് റബ്ബർ വില കൈകാര്യം ചെയ്യുകയാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു വി കൃഷ്ണൻ. ഇത്തരത്തിൽ വില നിർണ്ണയം നടത്തിയതിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1788 കോടി രൂപ ടയർ കമ്പനികൾക്ക് പിഴ ചുമത്തിയിരുന്നു. എന്നാൽ പിഴയടക്കാതെ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ടയർ കമ്പനികൾ എന്നും ബിജു വി കൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. റബ്ബറിൻ്റെ വില കുത്തനെ ഇടിയുകയാണ്. 2011 230 രൂപ ഒരു കിലോ റബ്ബറിന് ലഭിച്ചിരുന്നത് ഇന്ന് അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് 124 ആയിരുന്നു ഒരു കിലോ റബ്ബറിൻ്റെ വില. കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. റബ്ബർ ബോർഡിനെ തകർക്കാൻ ശ്രമിക്കുന്നു. റബ്ബർ കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളെ എല്ലാം വെട്ടിച്ചൊരിക്കുന്നു. റബ്ബറിന് ഒരു താങ്ങുവില നിശ്ചയിക്കാനും തയ്യാറില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ LDF സർക്കാർ 180 തറവില നിശ്ചയിച്ചുകൊണ്ട് ഏകദേശം 1800 കോടിയോളമാണ് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി കാലത്ത് മുന്നോട്ട് പോകുന്നത്. ടയർ കമ്പനികളായ MRF, സീറ്റ്, അപ്പോളോ, JK തുടങ്ങിയ കമ്പനികളാണ് സംഘം രൂപീകരിച്ച് റബ്ബർ വില കൈകാര്യം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് താനും കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളിയും കേരളത്തിലെ ഉൾപ്പെടെ 4 കർഷകരും ചേർന്ന് ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുള്ളതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു വി കൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. കമ്പനികൾക്ക് കമ്മീഷൻ ചുമത്തിയ 1788 കോടി പിഴത്തുക കർഷകർക്ക് വിതരണം ചെയ്യുമെന്നുമാണ് സംഘടനകളുടെ ആവശ്യമെന്ന് ബിജു വി കൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരളത്തിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയുടെ മുഖച്ഛായ മാറ്റാൻ ഒരുങ്ങുകയാണ് തളിപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ABC ഗ്രൂപ്പ്. സംരംഭക രംഗത്തെ വളർച്ചയുടെ ഭാഗമാവുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത ക്യാമ്പസിന്റെ ബ്രാൻഡ് പ്രകാശനവും ലോഗോ ലോഞ്ചും തളിപ്പറമ്പ് ABC ഹൗസിൽ നടന്നു. വിദ്യാർത്ഥികളെ തൊഴിൽ നേടാൻ പ്രാപ്തരാക്കി ഉയർന്നു വരുന്ന തൊഴിൽ ദാതാക്കൾക്ക് മികച്ച ഉദ്യോഗാർത്ഥികളെ സംഭാവന ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഇന്ന് മുഖ്യമായി വെയർഹൗസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെയർഹൗസിൽ പ്രോഡക്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യാനുള്ള രീതിയിലും അതിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉൾപ്പെടെ നമുക്ക് ഫുഡ് സപ്ലൈ ചെയിനൊക്കെ ഇപ്പം നിലവിൽ അറിയാവുന്നതാണ് ശരി. അപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഡെലിവറി സിസ്റ്റംസിന് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മെറ്റീരിയലൈസേഷൻ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കോഴ്സസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്ന കോഴ്സസ്. അതേപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ രംഗത്ത് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ രംഗത്തും അതേപോലെ തന്നെ ഇന്റീരിയർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പായതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങിലുള്ള കോഴ്സുകൾ നമ്മൾ രൂപകൽപ്പന ചെയ്തു വരുന്നു. അതുപോലെ തന്നെ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ രംഗത്ത് തന്നെ ഇതൊക്കെ തന്നെ നിലവിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കില്ലും അതേപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു പറ്റ സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ലെവലിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എംപ്ലോയ്മെന്റ് എന്ന എൻഷുർ ചെയ്തുകൊണ്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കണ്ടക്ട് ചെയ്ത് ഇൻഡസ്ട്രി നിലവിൽ നടക്കുന്ന ഇപ്പോഴത്തെ അക്ബാർ എന്താണോ ഇപ്പൊ നമുക്ക് ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ സമയബന്ധിതമായ ഒരു ഡൈനാമിക്സ് ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ പഠിച്ചിപ്പോൾ 5 കൊല്ലം മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോണ്ടാകുന്ന ഡിഫറൻസ് പോലെ തന്നെ ഇൻഡസ്ട്രി അക്ബാറായിട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടം കൂടി കൊടുത്ത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഇൻഡസ്ട്രിയുടെ ക്യാരക്ടറിനും അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിനും അനുസരിച്ചിട്ട് ഉദ്യോഗസ്ഥകളെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അക്കാഡമിയാണ് നമ്മളുടെ ലക്ഷ്യം. ABC കോർപ്പറേറ്റ് ഓഫീസിനോട് ചേർന്നിരിക്കുന്ന വിശാലമായ ക്യാമ്പസിൽ അതിനൂതനവും കാലാനുസൃതവുമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അത്യാധുനിക പഠന സംവിധാനങ്ങൾ, ഓരോ മേഖലയിലും അനുഭവ സമ്പത്തുള്ള അധ്യാപകരും പരിശീലകരും ക്യാമ്പസിലുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠനരീതി, തൊഴിൽ പരിശീലനം തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായിരിക്കും. വ്യക്തിത്വ വികസനം, ഭാഷാ നൈപുണ്യം തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിശീലന രീതിയാണ് സംരംഭം അവലംബിക്കുന്നതെന്ന് ABC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മദനി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ABC ഗ്രൂപ്പ് ഫൗണ്ടർ ഡയറക്ടർമാരായ KN ജുനൈദ്, അബ്ദുൾ വാഹിദ്, ഡയറക്ടർ മുഹമ്മദ് തസ്ലീം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ IHMA കേരള ഘടകത്തിന്റെ 19ാമത് നാഷണൽ സമ്മേളനവും
നാഷണൽ സയന്റിഫിക് സെമിനാറും ഏപ്രിൽ 28-ന് കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ കണ്ണൂർ റബ്കോ ഹാളിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ദേശീയ സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഏപ്രിൽ 28-ാം തീയതി നമ്മുടെ റബ്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ബ്രോഷറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ആദ്യം നമ്മൾ തീരുമാനിച്ചിരുന്നത് കൃഷ്ണ ബീച്ച് റിസോർട്ടിലായിരുന്നു. പിന്നീട് രജിസ്ട്രേഷൻ ഡോക്ടർമാരുടെ ഡെലിഗേറ്റ്സിന്റെ എണ്ണം കൂടിയതുകൊണ്ട് നമുക്കത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വെന്യൂ എന്ന് പറയുന്നത് നമ്മൾ മാറ്റിവെച്ചത് നമ്മുടെ റബ്കോ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അവിടെ വെച്ചായിരിക്കും നമ്മുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് നമ്മുടെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘടനയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അന്തർദേശീയ ഫാക്കൽറ്റിമാരായ ഡോക്ടർ പരിണാസ് ഹുംറംവാല, ഡോക്ടർ നന്ദിനി ഭട്ട് എന്നിവർ സയന്റിഫിക് സെമിനാറിന് നേതൃത്വം നൽകും. ചടങ്ങിൽ വിവിധ നേതാക്കളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സാധാരണ കടകളിലടക്കം മരുന്നുകൾ ലഭ്യമാവുന്ന തരത്തിൽ ഓവർ ദി കൗണ്ടർ മരുന്ന് വിൽപ്പന അനുവദിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അപലപനീയമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ ബിജോയ്, മുഹമ്മദ് സഫീർ, അമുദ, രാഹുൽ രാഘവൻ, വിനീൻ ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ പാറക്കണ്ടിയിൽ കടക്ക് ലൈസൻസ് അനുവദിക്കുന്നില്ലെന്ന് പരാതി. വീടിനോട് ചേർന്നുള്ള കടമുറിയിൽ സംരംഭം തുടങ്ങാൻ അപേക്ഷ നൽകിയിട്ടും ലൈസൻസ് അനുവദിച്ചില്ലെന്ന് കറവപ്പെട്ട കർഷകനും വിവരാവകാശ ആക്ടിവിസ്റ്റുമായ ലിയനാർഡോ ജോൺ പറഞ്ഞു. ലൈസൻസിനു വേണ്ടി കോർപ്പറേഷൻ ഓഫീസിൽ കഴിഞ്ഞ ഒരു മാസമായി കയറിയിറങ്ങുകയാണെന്നും ലിയനാർഡോ പറഞ്ഞു. ഒന്ന് ജീവകാന്തും ഒന്ന് രഘുവും. ജീവകാന്ത് ഇവിടെ സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് മേടിച്ച്, പക്ഷേ മറ്റേ 500 രൂപ വാടക, 250 സ്ക്വയർ ഫീറ്റ് കടയാണ്, പ്രൈം ലൊക്കേഷനാണ്. ഈ രണ്ട് കടയിൽ കൂടി എങ്ങനെ വന്നാലും ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 25,000 രൂപ കിട്ടും. അവിടെ ഒരു 1000 രൂപയാണ് വാടക തരേണ്ടത്. അവർ 10 വർഷമായിട്ട് ഒരു നയാ പൈസ വാടക തന്നിട്ടില്ല. എന്നിട്ട് ജീവകാന്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കട മറ്റേ ഡെയിലി റെൻ്റ് 500 രൂപയ്ക്ക് പറിച്ചു കൊടുത്തൊരു മറ്റേ കാർത്തിക് എന്ന് പറഞ്ഞൊരു തമിഴിനെ തേക്കാനായിട്ട്. അപ്പോൾ മറ്റേ രഘു ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാന്യമായിട്ട് പ്രാവിനെ വളർത്തി. ജീവകാന്തിന് രഘുവിന് ലൈസൻസും ഇല്ല ഈ പ്രാവിനെ വളർത്താനായിട്ട്. അത് നാച്ചുറലി അവർ കൊടുക്കത്തില്ല മുനിസിപ്പാലിറ്റി. എന്നാൽ ഈ 2 പേർക്കെതിരെ ഇത്രയും വർഷമായിട്ട് ഒരു ആക്ഷനും മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കേസ് കൊടുത്ത് ഒരു വർഷം മുമ്പേ കേസ് കൊടുത്ത് അതിൻ്റെ ഓർഡർ വെച്ച് ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്ത് എൻ്റെ പേരിലേക്ക് മാറ്റി തരാനായിട്ട്. മാറ്റി തരാൻ നോക്കുമ്പോൾ അവർ മരിച്ചാലും മാറ്റി തരാൻ തയ്യാറല്ല. അവരിപ്പോൾ ജീവകാന്തിൻ്റെ പേരിൽ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ കാർത്തിക്കിന് വാടക കൊടുത്ത നടന്നിട്ട് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഇപ്പോഴും അയാളുടെ പേര് ജീവകാന്തിൻ്റെ പേരിലാണ് ഈ കട വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പോയി മറ്റേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഈ കട മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോടതി ഓർഡറൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ജീവകാന്തിൻ്റെ കാല് പിടിച്ച് 12 വർഷം കേസ് നടത്തിയ ആളുടെ കാല് പിടിച്ച് അയാൾ സമ്മതം പത്രം എഴുതി തന്നാൽ മാത്രമേ ഈ കട നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം ജീവനക്കാരാണ് ലൈസൻസ് അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് ലിയനാർഡ് ജോൺ പറയുന്നത്. വ്യാജ കറുവപ്പട്ട സുലഭമായതോടെ കറുവപ്പട്ടയിൽ നിന്നും യാതൊരു ആദായവും ലഭിക്കാതിരുന്നതോടെയാണ് ബിസിനസ് ചെയ്യാനായി ഇറങ്ങിയത്. സ്വന്തം പേരിലുള്ള ഷോപ്പ് മുറിയിൽ സ്പൈസസ് ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞ മാർച്ച് 18-ന് അക്ഷയ കേന്ദ്രം മുഖേന അപേക്ഷ നൽകുകയും ചെയ്തു. നേരത്തെ കട നടത്തിയിരുന്നയാളെ വാടക നൽകാത്തതിനാൽ കോടതി മുഖാന്തരം ഒഴിപ്പിക്കുകയായിരുന്നു. കോടതി വിധിയെ തുടർന്ന് നേരത്തെ കട നടത്തിയ വ്യക്തി താക്കോലും ഏൽപ്പിച്ചു. ഇപ്പോൾ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഇദ്ദേഹവുമായി രമ്യതയിലെത്തണമെന്ന വിചിത്ര ന്യായം പറഞ്ഞാണ് അപേക്ഷ പരിഗണിക്കാത്തതെന്നും ലിയനാർഡോ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ, വെള്ളി 90 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രചാരണം അവസാന മണിക്കൂറിലേക്ക്. 3 മുന്നണികൾക്കും ഇന്ന് ആവേശോജ്വല കൊട്ടിക്കലാശം. കേരളമടക്കം 88 ലോക്സഭാ മണ്ഡലങ്ങൾ വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF മിന്നും വിജയം നേടുമെന്ന് ടി വി രാജേഷ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി മാത്രം. കണ്ണൂരിൽ MP-യുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ടി വി രാജേഷ്. കടയ്ക്ക് ലൈസൻസ് അനുവദിക്കാതെ കോർപ്പറേഷൻ ജീവനക്കാർ പീഡിപ്പിക്കുന്നതായി ലിയനാർഡ് ജോൺ. 1 മാസമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നു. ഇത് വ്യക്തിപരമായ ആക്രമണമെന്നും ലിയനാർഡ് ജോൺ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.